ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇഗ്നൈറ്റ് ബൈബിൾ ക്വിസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജെറുസലേം വചനകൂടാരം ഒരുക്കുന്ന ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ഇഗ്നൈറ്റ് ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ പ്രത്യേകമായി എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4, 5, 6 അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളിലെ ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം: യേശുവിന് വിശന്നപ്പോൾ യേശുവിനെ സമീപിച്ചത് ആരാണ്? ഓപ്ഷൻ എ പ്രലോഭകൻ, ഓപ്ഷൻ ബി പിശാച്, ഓപ്ഷൻ സി ദൈവദൂതൻ, ഓപ്ഷൻ ഡി മാലാഖമാർ. രണ്ടാമത്തെ ചോദ്യം: എന്തിനു വേണ്ടി പീഡനമേൽക്കുന്നവരാണ് ഭാഗ്യവാന്മാരാകുന്നത്? ഓപ്ഷൻ എ കരുണയ്ക്ക് വേണ്ടി, ഓപ്ഷൻ ബി നീതിക്ക് വേണ്ടി, ഓപ്ഷൻ സി സമാധാനത്തിന് വേണ്ടി, ഓപ്ഷൻ ഡി നന്മയ്ക്ക് വേണ്ടി. മൂന്നാമത്തെ ചോദ്യം: നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ഭാവിക്കരുത്. എന്താണ് ഭാവിക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സന്തോഷം, ഓപ്ഷൻ ബി സങ്കടം, ഓപ്ഷൻ സി വിഷാദം, ഓപ്ഷൻ ഡി അഹങ്കാരം. നാലാമത്തെ ചോദ്യം: നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളെയെക്കുറിച്ച് ആകുലരാകേണ്ടത് ആരാണ്? ഓപ്ഷൻ എ വിജാതീയർ, ഓപ്ഷൻ ബി നാളത്തെ ദിനം, ഓപ്ഷൻ സി മനുഷ്യർ, ഓപ്ഷൻ ഡി മറ്റുള്ളവർ. അഞ്ചാമത്തെ ചോദ്യം: ശരീരത്തിൻ്റെ വിളക്ക് എന്ത്? ഓപ്ഷൻ എ കയ്യ്, ഓപ്ഷൻ ബി കണ്ണ്, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി മുഖം. ആറാമത്തെ ചോദ്യം: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ ഉദിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി നക്ഷത്രങ്ങളെ, ഓപ്ഷൻ ഡി വെളിച്ചത്തെ. ഏഴാമത്തെ ചോദ്യം: ദൈവത്തെ കാണുന്നത് ആരാണ്? ഓപ്ഷൻ എ ശാന്തശീലർ, ഓപ്ഷൻ ബി കരുണയുള്ളവർ, ഓപ്ഷൻ സി ഹൃദയശുദ്ധിയുള്ളവൻ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. എട്ടാമത്തെ ചോദ്യം: വിജാതീയരുടെ ഗലീലി എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സെബുലൂൺ നഫ്താലി, ഓപ്ഷൻ ബി കഫർനാം, ഓപ്ഷൻ സി ഗലീലി, ഓപ്ഷൻ ഡി സിറിയ. ഒൻപതാമത്തെ ചോദ്യം: യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആത്മാവ്, ഓപ്ഷൻ ബി മാലാഖ, ഓപ്ഷൻ സി പിതാവ്, ഓപ്ഷൻ ഡി സാത്താൻ. പത്താമത്തെ ചോദ്യം: കള്ളന്മാർ മോഷ്ടിക്കുകയില്ലാത്തത് എന്താണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി ബുദ്ധി, ഓപ്ഷൻ സി നന്മ, ഓപ്ഷൻ ഡി സ്വർഗത്തിലെ നിക്ഷേപം. സ്നേഹമുള്ളവരെ, മത്തായി അറിയിച്ച സുവിശേഷം 4, 5, 6 അധ്യായങ്ങളിലെ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി അത് വളരെ ഭംഗിയായൊരു പേപ്പറിൽ എഴുതി അതിനുശേഷം അത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക. ശരി ഉത്തരം തരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ജെറുസലേം വചന കൂടാരത്തിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയെ കൂടുതൽ അനുസരിക്കാനും അനുകരിക്കാനും ഈ ഒരു തിരുവചനത്തിലൂടെ, ഈ തിരുവചന വായനയിലൂടെ നമ്മെ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഈ തിരുവചനത്തോടുള്ള ഇഷ്ടത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ചത്തെ സുവിശേഷ ഭാഗം മത്തായി അറിയിച്ച സുവിശേഷം 7, 8, 9 അധ്യായങ്ങളായിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.